നമസ്കാരം. പശ്ചിമേഷ്യൻ രാജ്യമായ സിറിയ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശമാണ്. പഴയകാലത്ത് ഷ്യാം എന്നാണ് മേഖല അറിയപ്പെട്ടിരുന്നത്. ഇസ്ലാമിക ചരിത്രങ്ങളിൽ ഈ പ്രദേശത്തെ ഷ്യാം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ക്രൈസ്തവ മുസ്ലിം മതവിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യമുള്ള മണ്ണുകൂടിയാണ് സിറിയയുടേത്. പുരാതന കാലത്ത് മേഖലയിലെ വാണിജ്യ കേന്ദ്രം കൂടിയായിരുന്നു അത്രേ സിറിയ. പതിറ്റാണ്ടുകളായി സിറിയ പുകഞ്ഞു നിൽക്കുകയാണ്. പട്ടാള ഉദ്യോഗസ്ഥനായിരുന്ന ഹാഫിസുൽ അസദ് ഭരണം പിടിച്ചത് മുതൽ സാഹചര്യം കൂടുതൽ വഷളാവുകയായിരുന്നു. 30 വർഷത്തോളം ഭരിച്ച ഹാഫിസ് മരിച്ചതോടെ 2000-ലാണ് മകനും നേത്രരോഗ വിദഗ്ധനുമായ ബഷാറുൽ അസദ് ഭരണമേറ്റെടുത്തത്. 24 വർഷം പിന്നിടുമ്പോൾ ജനകീയ പ്രതിഷേധത്തിന് മുന്നിൽ ആയുധം വെച്ച് ഓടി രക്ഷപ്പെട്ടിരുന്നു ബഷാർ. ഈ വേളയിൽ പാശ്ചാത്യ ലോകത്ത് ഏറെ ചർച്ചയാകുന്നത് ബാബ വംഗയുടെ പ്രവചനമാണ്. അറബ് വിപ്ലവം കൊടുമ്പിരി കൊണ്ടത് 2011-ലാണ്. ടുണീഷ്യയിൽ തുടങ്ങി ഈജിപ്തും ലിബിയയും യമനും കടന്ന് സിറിയയിലെത്തിയപ്പോൾ ഒട്ടേറെ ഏകാധിപതികളുടെ ഇരിപ്പിടത്തിന് ഇളക്കം സംഭവിച്ചിരുന്നു. സൈനുൽ ആബിദീൻ ബിൻ അലി, ഹുസ്നി മുബാറക്, മുഅമ്മർ ഗദ്ദാഫി, അലി അബ്ദുള്ള സ്വാലിഹ് എന്നിവരെല്ലാം അധികാര കസേരയിൽ നിന്ന് എടുത്തെറിയപ്പെട്ടവരാണ്. വിപ്ലവകാലത്ത് പിടിച്ചു നിന്നത് ബഷാറുൽ അസദ് മാത്രമായിരുന്നു. പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ബഷാറിന്റെ തീരുമാനം വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്കും 5 ലക്ഷം പേരുടെ കൂട്ടക്കൊലയിലേക്കും കലാശിക്കുകയായിരുന്നു. റഷ്യയും ഇറാനും സഹായിക്കാനെത്തിയതോടെ ബഷാറിന് അല്പം മേൽക്കൈ വന്നു. വിമതരെ അടിച്ചൊതുക്കിയെങ്കിലും സമ്പൂർണ്ണ നിയന്ത്രണം പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. രാജ്യം വിവിധ ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. എങ്കിലും സർക്കാരിന് തന്നെയായിരുന്നു കൂടുതൽ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഉണ്ടായിരുന്നത്. 2016-ൽ വിമതരെ അടിച്ചൊതുക്കിയെന്ന് ബഷാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ 8 വർഷം പിന്നിടുമ്പോൾ വിമതർ വീണ്ടും തലപൊക്കുകയായിരുന്നു. നവംബർ 27-നാണ് വിമതർ വീണ്ടും സംഘടിച്ചതും മുന്നേറ്റം തുടങ്ങിയതും. സിറിയയിലെ 2ാം നഗരമായ അലപ്പോ വലിയ പ്രതീക്ഷകളില്ലാതെ പിടിച്ചടക്കാൻ അവർക്ക് സാധിച്ചപ്പോൾ ബഷാറുൽ അസദിന് അപകടം മണത്തിരുന്നു. 10-ാം ദിവസം വിമതർ തലസ്ഥാനമായ ദമസ്കസ് പിടിക്കുകയായിരുന്നു. ബഷാറും കുടുംബവും റഷ്യയിലേക്ക് പലായനം ചെയ്തു. ഇനി എന്ത് എന്ന ചോദ്യം ബാക്കി നിൽക്കുമ്പോഴാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ബാബ വംഗയുടെ പ്രവചനം ചർച്ചയാകുന്നത്. സിറിയ വീണു കഴിഞ്ഞാൽ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വലിയ യുദ്ധത്തിന് വഴി തുറക്കും. ആ യുദ്ധം പടിഞ്ഞാറിനെ തകർക്കും എന്നാണ് ബാബ വംഗ പറഞ്ഞിട്ടുള്ളത്. 3-ാം ലോക മഹായുദ്ധത്തിന് തുടക്കമായി ഇതിനെ വിലയിരുത്തുന്നുണ്ട്. സിറിയ വിജയിയുടെ കാൽക്കൽ വീഴുമെന്നും പക്ഷെ വിജയികൾ ഒരാളായിരിക്കില്ല എന്നും വംഗ പ്രവചിക്കുന്നുണ്ട്. 1996-ൽ മരിച്ച ബാബ വംഗയുടെ പ്രവചനങ്ങൾ ഇപ്പോഴും ചർച്ചയാകാറുണ്ട്. അവരുടെ വാക്കുകൾ വിശകലനം ചെയ്തവരാണ് വാങ്ക ഉദ്ദേശിച്ച അനുഭവങ്ങൾ എപ്പോൾ നടക്കുന്നതെന്ന് പറയുന്നത്. ഈ പ്രവചനം ശരിയാണെങ്കിൽ വരുന്ന വർഷം സംഘർഷം നിറഞ്ഞതായിരിക്കും.